ഇനി വരുന്നത് നിർണായക ദിവസങ്ങളാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ഇലക്ഷന് ഇനി 90-92 ദിവസം. സ്വാഭാവികമായും ഏറ്റവും അവസാനത്തെ നിർണായക ദിവസങ്ങളാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ കാണാവുന്ന ചൂടൊന്നും ഇനി ഉണ്ടാവില്ല, ശേഷം ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഒന്നും കൂടെ പറയോ? അതൊന്നും കൂടെ പറയോ? ഇലക്ഷൻ കഴിഞ്ഞാൽ ജിമ്മി അന്ന് മുതൽ എടുത്തേക്കുന്ന നിലപാട് തന്നെ കേട്ടോ, അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നിയമസഭ മനസ്സിലായിക്കോട്ടെ അങ്ങനെ തന്നെ പറയുന്നത്. സംശയം എന്താ? എല്ലാവർക്കും, രണ്ട് കൂട്ടർക്കും. അന്ന് സോണിയാഗാന്ധി ഉണ്ടാവില്ല, ഇപ്പുറത്തുള്ളതും ഉണ്ടാവില്ല, ഒരു സംശയമില്ല. കടകംപള്ളി ഉണ്ടാവില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിക്ക് പോകും. എന്ന് മാത്രമല്ല, എനിക്ക് കേസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് വളരെ വലിയ സംശയങ്ങളുണ്ട് ഇപ്പോൾ. കാരണം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഒരു വഴിക്ക് ഈ കേസ് SIT കീഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ബെഞ്ച് മാറി നിന്ന് ബദറുദ്ദീൻ്റെ ബെഞ്ച് വളരെ ശക്തമായ വിമർശനങ്ങൾ ഇടയ്ക്കിടെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ബെഞ്ചാണ് SIT അന്വേഷണത്തിൽ ആദ്യമായി അതൃപ്തി പറഞ്ഞത്. അതിനുശേഷം ഇലക്ഷൻ സമയമാകുമ്പോൾ അന്വേഷണം എന്താ മന്ദഗതിയിലായി പോകുന്നത് മറ്റുള്ള സൂചന ഉണ്ടായത് അവിടെ നിന്നാണ്. അന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ ഗോവർദ്ധൻ്റെയും ഭണ്ഡാരിയുടെയും വിജയകുമാറിൻ്റെയും അതുപോലെ തന്നെ ശങ്കർദാസിൻ്റെയും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത്. ശങ്കർദാസിൻ്റെ അറസ്റ്റ് പിന്നെയും വൈകുമ്പോൾ കോടതി, ബദറുദ്ദീൻ്റെ ബെഞ്ച് തന്നെയാണ്, പിന്നെയും വടിയെടുക്കുന്നു. എന്താ സംശയം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തൊരു ബെഞ്ചുണ്ട്, SIT ഉണ്ട്. അതിന് ബദലായി വേറൊരു ബെഞ്ച് നിന്ന് വളരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശങ്കർദാസിൻ്റെ അറസ്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് റിപ്പോർട്ട് മീ എന്ന് വ്യക്തമായ ഓർഡറാണ് ബദറുദ്ദീൻ്റെ ബെഞ്ച് ഇട്ടത്. അവസാനം അറസ്റ്റ് ഇടുന്നപ്പം ബദറുദ്ദീൻ വേറൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് അവിടെ തന്നെ പാർപ്പിക്കാനായിരുന്നെങ്കിൽ ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ? അപ്പോൾ ഈ അന്വേഷണം വഴിതെറ്റുന്നതായുള്ള, അല്ലെങ്കിൽ അന്വേഷണം അങ്ങനെ വിചാരിച്ച സ്പീഡിലല്ല പോകുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ പല സമയങ്ങളിലായി ഹൈക്കോടതിയിൽ തന്നെയുള്ള വേറൊരു ബെഞ്ച് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ മുരാരി ബാബുവിൻ്റെ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു വളരെ ഗുരുതരമായ പ്രശ്നമാണ്, വളരെ വലിയ കുഴപ്പമാണ്, നിങ്ങൾക്ക് ജാമ്യം തരാൻ പറ്റില്ല. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇപ്പോൾ 82-ാം ദിവസമാണ്, 90-ാം ദിവസം നിങ്ങൾക്ക് സ്വാഭാവികമായ ജാമ്യത്തിന് അർഹതയുണ്ട്. അത് ആരോടുള്ള ചോദ്യമാണ്, ആരോടുള്ള സൂചനയാണ്? അത് ദേവസ്വം ബെഞ്ചിനോടും SITക്കുമുള്ള നിർദ്ദേശമാണ്. ജാമ്യം ഞാൻ കൊടുക്കാൻ പോവാണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ. കുറ്റപത്രം എവിടെ? ഇതാണ് ചോദ്യം. അന്വേഷിച്ച് എവിടം വരെയായി? ഇന്ന് ബദറുദ്ദീൻ ബെഞ്ച് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ കാണാതെ പോയ സ്വർണത്തിലെ ഒരു മിനിസ്ക്യൂളാണ്, 474 ഗ്രാമാണ് നിങ്ങൾക്ക് കണ്ടുപിടുത്താനായിരിക്കുന്നത്. 4000-ന് മുകളിൽ ഗ്രാം സ്വർണം കാണാതായ സ്ഥലത്ത് അത് എവിടെ പോയി? ഇങ്ങനെ വളരെ നിർണായകമായ ചോദ്യങ്ങൾ വ്യക്തമായ ഉത്തരമില്ലാതെ അന്വേഷണം ഒരു വശത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷണത്തിൻ്റെ കുഴപ്പമാണെന്നറിയില്ല. പക്ഷേ അന്വേഷണം ഓരോ ദിവസം ചെല്ലുന്തോറും വ്യാപിച്ച് ഏതൊക്കെയോ ദിക്കുകളിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ ശബരിമലയിൽ നിന്ന് കുറേ ശില്പങ്ങൾ കാണാതെ പോയതിൻ്റെ കഥ പറഞ്ഞൊരു 3-4 ദിവസം പോയി. SIT അതിൻ്റെ പുറകെ കുറേ ഓടി, അതിനുശേഷം അത് പോയി, പിന്നീട് തിരിച്ചു വന്നു. ഇത് ഇപ്പോൾ കേൾക്കുന്നു കുറച്ച് പുറകോട്ട് കൊടിമരം, അതിനുള്ള മണികൾ, ദ്വാരപാലക ശില്പങ്ങൾക്ക് പുറമേയുള്ള വേറെ ഒരുപാട് സാധനങ്ങൾ, ശബരിമലയിലെ 18 പടി അന്വേഷിച്ചാൽ ഇത് അടുത്ത കാലത്തെങ്ങും തീരാത്ത രീതിയിൽ പോവുകയും തുടങ്ങി വെച്ച അന്വേഷണത്തിലെ നിർണായകമായ തൊണ്ടി സ്വർണം കണ്ടെത്താനാവുകയും ചെയ്യാതെ, വ്യക്തമായ കുറ്റപത്രം കൊടുക്കാനാവാതെ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. ആരുടെ തെറ്റില്ലായ്മ എന്നല്ല, ഒരു ബെഞ്ച് അപ്പുറത്ത് നിന്ന് വളരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൽ അവരെ പ്രചോദിപ്പിച്ച ഘടകം എന്നുള്ളത് ബദറുദ്ദീനെ അറിയാവൂ. അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന കടലാസുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വശം. എനിക്ക് തോന്നുന്നില്ല വളരെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെടാൻ പോകുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ പ്രതികൾക്ക് എല്ലാവർക്കും, പോറ്റിയടക്കം എല്ലാവർക്കും ജാമ്യം കിട്ടാൻ പോവുകയാണ്. ഫെബ്രുവരി 3-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ ഒരു കേസിൽ അദ്ദേഹത്തിന് ജാമ്യമുണ്ട്. രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം വരാൻ പോകുന്നു. ഫെബ്രുവരി 3-ന് മുമ്പ് കുറ്റപത്രം വരാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, കോടതിയുടെ നമ്മുടെ ദേവസ്വം ബെഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ച് ഒരു കേസിൽ 3 പേരും മറ്റൊരു കേസിൽ 2 പേരും അന്വേഷണ പരിധിയിലേക്ക് ഇനിയും വരാൻ പോവുകയാണ് എന്ന സൂചനയും വരുന്നുണ്ട്. അപ്പോൾ ഇത് അറസ്റ്റാണോ, വിശദമായ ചോദ്യം ചെയ്യലാണോ എന്നറിയില്ല. നമ്മുടെ മുമ്പിൽ 13 അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. 13 പേര് അഴിക്കുള്ളിലാണ്. അതിനുശേഷം 3-4 പേരെ, കടകംപള്ളി സുരേന്ദ്രനടക്കം, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ തൊട്ടുമുമ്പത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായ പ്രശാന്തരി അടക്കം നിരവധി പേരെ ചോദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവരാണോ എന്താണെന്നറിയില്ല. എന്തായാലും കുറച്ച് അറസ്റ്റുകളിലേക്ക് പെട്ടെന്ന് പോകാനുള്ളൊരു സാധ്യത. പക്ഷേ കുറ്റപത്രം എത്തിച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേക അന്വേഷണ സംഘത്തിൽ എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഈ വിഷയം കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും അത് സർക്കാരിന് തിരിച്ചടിയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം എവിടെ പോയി ചോദിച്ചാൽ അത് കോടതിയോട് ചോദിച്ചാൽ മതി എന്ന് പറയാം. പക്ഷേ പോലീസാണ്, പിണറായി വിജയൻ്റെ പോലീസാണ് ഇത് കുഴപ്പമാക്കി എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കുറ്റപത്രം എവിടെയെന്ന് ചോദ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ നിയമസഭയിൽ വളരെ വ്യക്തമായി ഭരണവും പ്രതിപക്ഷവും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അരുണിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും പ്രതിപക്ഷം ഇത്തവണ നിയമസഭയ്ക്കുള്ളിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ സാധ്യതയില്ല. കാരണം അടിയന്തര പ്രമേയം വരുമ്പോൾ കൂടുതൽ സമയം മറ്റുള്ളവർക്കായിരിക്കും സംസാരിക്കാനുണ്ടാവുക.
കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇന്ത്യ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇതിനപ്പുറം സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരിക്കൽ പാർലമെൻറ്റിലെ മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളും പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് രാജിവെച്ച ചരിത്രമുണ്ട്. ഇല്ല, ഞങ്ങൾ രാജിവെച്ച് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയാണ്, 2 മാസമേ ഉള്ളത്, വേറെ കാര്യം. അങ്ങനെ പല രീതിയിലുള്ള തന്ത്രങ്ങളിലേക്കാണ് പോകുന്നത്. പ്രതിപക്ഷം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് അറ്റാക്കിലേക്ക് പോവുകയാണ്. പാർലമെൻറ്റ് നിയമസഭയിൽ ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്നുള്ളതും അവരുടെ സ്ട്രാറ്റജി. പക്ഷേ കുടുങ്ങിയത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഒരു വശത്ത് വളരെ ശക്തമായി സോണിയാഗാന്ധി പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് സോണിയാഗാന്ധിയെ പിടിക്കണം എന്നുവരെ ഒരു മന്ത്രി പറയുന്നു. ഇപ്പുറത്ത് മുൻ മന്ത്രി ഒരു കാരണവശാലും സോണിയാഗാന്ധിയെ കുറ്റവാളിയാക്കണ്ട, ഞാനും സോണിയാഗാന്ധിയുമൊക്കെ നിഷ്കളങ്കരായ മനുഷ്യരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മോനെ ഒരു വശത്ത് ഒടിക്കുന്നു. ഒരിക്കലും മറുപടി പറയാതെ എന്തിനാണ് പോറ്റിയുടെ വീട്ടിൽ പലതവണ പോയതെന്നതിനെക്കുറിച്ചുള്ള മറുപടി പറയാതെ 48 മണിക്കൂർ കഴിയുന്നു UDFിൻ്റെ കൺവീനർ സംസാരിക്കാതായിട്ട്. അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിലെ MP സംസാരിക്കാതായിട്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയവുമായി വേറൊരു രീതിയിൽ ഇതിൻ്റെ യുദ്ധം ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. ഇനിയും ചിത്രങ്ങൾ ഇറങ്ങാൻ പോകുന്നു, ഇനിയും തെളിവുകൾ പുറത്തു വരാൻ പോകുന്നു. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ കാര്യത്തിലെ ഡിഫൻസ് പൂർണ്ണമായും പൊളിഞ്ഞിട്ടുണ്ട്. ആ ഡിഫൻസ് പൊളിയുമ്പോൾ അതിൻ്റെ ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. അടൂർ പ്രകാശ് UDFിൻ്റെ കൺവീനർ ആകുന്നതിന് മുമ്പ് ഈ കാലത്ത് MP ആണ്. MP-ക്ക് മുകളിലുള്ള ശബരിമലയിലെ മലമുകളിൽ എന്ത് ചെയ്യാനാകും എന്നൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പങ്കുണ്ടാവണം. കാരണം പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നല്ലോ. അപ്പോൾ തൽക്കാലം അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ വാചകങ്ങളിലെല്ലാം അദ്ദേഹം ഏറ്റവും അവസാനം പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു വീടിൻ്റെ പാലുകാച്ചിന് പോയതാണ്. ആ വീടെന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൊള്ള പിടിച്ച ഒരു പെൺകുട്ടി വലുതായി അവർക്ക് വീട് വയ്ക്കാൻ പോയതാണ്. സ്പോൺസർ ആരാണെന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ചടങ്ങാണ് പ്രധാനം, ആളാരാണെന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആളാരാണെന്നറിയാം, ചടങ്ങ് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നോക്കണേ, എന്തൊരു വൈരുദ്ധ്യമാണ്. ആദ്യം പറഞ്ഞു ചടങ്ങാണ് പ്രധാനം, ആളല്ല. ഇപ്പോൾ പറഞ്ഞു ആളെ എനിക്കറിയാം, പക്ഷേ ചടങ്ങ് എനിക്കറിയില്ല. ചടങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. മാത്രമല്ല ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ചിത്രമുണ്ട്. അപ്പോൾ പറഞ്ഞു അത് അവിടെ കിടന്നൊരു ഗിഫ്റ്റ് എടുത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ദേവസ്വം മന്ത്രി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നു. ചുരുക്കത്തിൽ 2 വിഷയങ്ങളാണ്. ഒന്ന്, ശബരിമല കേസിലെ SIT അന്വേഷണം പാളുന്നതായി ദേവസ്വം ബോർഡിനെ വ്യത്യസ്തമായി വേറൊരു ബെഞ്ച് അഭിപ്രായം പറയുന്നു. അവർ പല സൂചനകളും കൊടുക്കുന്നു. പ്രതികളെല്ലാം ജാമ്യത്തിലിറങ്ങുമെന്ന് ആ കോടതി തന്നെ പറയുന്ന സാഹചര്യത്തിൽ കുറ്റപത്രം എന്ന് കൊടുക്കും. അതൊരു പ്രധാനപ്പെട്ട വിഷയം. 2, ദേവസ്വം ബോർഡ് മുൻ ദേവസ്വം മന്ത്രി പറഞ്ഞ് കൂടുതൽ കുടുങ്ങലിലേക്ക് പോവുകയാണ്. അത് ദേവസ്വം മന്ത്രി ആയതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം കൂടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. Meet the editors.